ലോകഹിതത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. രാമായണ മാസം ആരംഭിക്കുകയാണ്. രാമായണ മാസത്തിൽ നമ്മൾ എന്താണ് നേടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖ കേരള ഹിന്ദുസ് ഇൻ നോർത്ത് അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ രാമായണ ഇൻ മോഡേൺ ലൈഫ് എന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നത് തന്നെ വളരെ അർത്ഥവത്തായിട്ടുണ്ട്. ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാമായണത്തെ നമുക്ക് എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഏതാനും ചില ആശയങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എപ്രകാരം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ആണ്. അടുത്ത തലമുറയ്ക്ക് രാമായണത്തിന്റെ സന്ദേശം പ്രായോഗികമായി നൽകുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ആശയത്തിൽ നിന്ന് ആരംഭിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. വിദ്യാർത്ഥികൾ, അടുത്ത തലമുറ നമുക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ പുതിയ തലമുറയോട് നമുക്ക് ഒരു മാതൃക എന്ന നിലയിൽ, ആദർശ വ്യക്തിത്വം എന്ന നിലയിൽ ആരെയാണ് അവതരിപ്പിക്കാൻ കഴിയുക? രാമായണത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നല്ല മാതൃക നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാനുണ്ട്. ആ വ്യക്തിത്വമാണ് ഹനുമാൻ. ഹനുമാൻ എന്ന വ്യക്തിത്വത്തെ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് വിദ്യാഭ്യാസവും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുക എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചേക്കാം. അപ്പോൾ അവരോട് പറയാൻ ഞാനൊരു ചെറിയ കഥ നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ പുതിയ തലമുറയോട്, വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഈ കഥ വളരെ പ്രയോജനപ്പെടും. നമുക്കറിയാം, അഞ്ജനാദേവിയുടെ പുത്രനാണ് ഹനുമാൻ. അച്ഛൻ വായുദേവനാണ്. ഹനുമാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ LKG ചേർക്കാൻ തീരുമാനിച്ചു അമ്മ. അപ്പോ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത് എന്ന് അന്വേഷിച്ചു. നമ്മളിപ്പോ അന്വേഷിക്കുമല്ലോ കുട്ടി ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത്. അപ്പൊ അഞ്ജനാദേവിക്ക് മനസ്സിലായി ഒരു സൂര്യ ഇന്റർനാഷണൽ സ്കൂളുണ്ട്, അവിടെ KG സെഷനൊക്കെ വളരെ നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അഡ്മിഷന് ഭയങ്കര തിരക്കാണ്, സീറ്റൊക്കെ നേരത്തെ ബുക്ക്ഡ് ആവും. അത് റിയലി ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. LKGയിലെ സീറ്റ് തന്നെ 66,000 ആണ്. 66,000 പേരാണ് LKGയിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഏതായാലും അഞ്ജനാദേവി ഹനുമാനെയും കൂട്ടി LKG അഡ്മിഷന് വേണ്ടി സൂര്യ ഇന്റർനാഷണൽ സ്കൂളിൽ ചെന്നു. അവിടെ ചെന്നപ്പോ റിസപ്ഷനിൽ പറഞ്ഞു അവിടെ സീറ്റ് എല്ലാം ബുക്ക്ഡ് ആണ്, ഈ വർഷം മുഴുവൻ സീറ്റും നേരത്തെ ഫില്ലായിപ്പോയി, അതുകൊണ്ട് അഡ്മിഷൻ ക്ലോസ് ആണ് എന്ന്. അഞ്ജനാദേവിക്ക് വലിയ സങ്കടമായി. ഹനുമാൻ അതിനേക്കാളേറെ സങ്കടമായി. അപ്പൊ ഹനുമാൻ ശാഠ്യം പിടിക്കാൻ തുടങ്ങി, എനിക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ വേണം. അപ്പൊ അഞ്ജനാദേവി പറഞ്ഞു, ഇവിടെ സീറ്റൊക്കെ നേരത്തെ ഫില്ലായിപ്പോയി, ഇനിയിപ്പോ അഡ്മിഷൻ ഇല്ല, അഡ്മിഷൻ ക്ലോസ് ആയല്ലോ, നമുക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ പോവാം. ഹനുമാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പഠിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ പഠിക്കുന്നുള്ളൂ. ഹനുമാൻ അങ്ങനെയാണ്, ശാഠ്യക്കാരനാണ്. അപ്പോ ഈ സ്കൂൾ നടത്തുന്ന ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്, അദ്ദേഹത്തെ ഒന്ന് കണ്ടു സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. പേര് പോലെ തന്നെ സൂര്യദേവനാണ്, ഭഗവാൻ സൂര്യനാണ് ഈ സ്കൂളിന്റെ ഉടമസ്ഥനും. അപ്പൊ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ബാലകില്യന്മാരെന്ന് പറയുന്ന കുറെ ഫാമിലി മെമ്പേഴ്സ് വന്ന് നേരത്തെ ബുക്ക് ചെയ്തതാണ്, കഴിഞ്ഞ വർഷം തന്നെ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ഒരു സീറ്റ് പോലും ഇല്ല. പക്ഷെ ഈ കുട്ടിയുടെ ശാഠ്യം കാണുമ്പോൾ ഈ കുട്ടിയൊക്കെ പറഞ്ഞു വിടാനും മനസ്സ് വരുന്നില്ല. അപ്പോ അഞ്ജനാദേവി താണു വീണ് അപേക്ഷിച്ചു, അല്ല, എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ ഒന്ന് ഏർപ്പെടുത്തിയാൽ എന്ത് കഷ്ടപ്പാട് സഹിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്താണ്, നമ്മുടെ രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ ഫീസ് എത്ര വേണേ തരാം, കൂടാതെ മറ്റു സംഭാവനയും തരാം എന്ന അങ്ങനെയൊന്നും അല്ല അഞ്ജനാദേവി എന്ന് പറഞ്ഞത്. എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്, എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ് ഹനുമാൻ. അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ എന്റെ സ്കൂൾ നടത്തുന്നത് സൂര്യരഥത്തിലാണ്, എനിക്ക് ഈ രഥം ഓടിക്കാതെ പറ്റില്ല, അതെന്റെ ദൗത്യമാണ്, എന്റെ ധർമ്മമാണ്. സെക്കൻഡിൽ 6000 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന സൂര്യരഥത്തിലാണ് ഈ സ്കൂൾ നടക്കുന്നത്. അവിടെ എന്റെ മുമ്പിൽ
ഈ കുട്ടികൾ ഇരിക്കുന്നു 66,000 പേർ. അവരുടെയും മുന്നിൽ അരുണൻ എന്ന് പറയുന്ന എന്റെ തേരാളിയുണ്ട്. അവരുടെ മുന്നിൽ കുതിരകളുണ്ട്, ഈ തേര് വലിക്കുന്ന കുതിരകളുണ്ട്. പിന്നെ എവിടെ ഇരുന്നാണ് പഠിക്കുക? ഈ ചോദ്യം വന്നപ്പോ ഹനുമാൻ പറഞ്ഞു, എനിക്ക് ഇരിക്കണ്ട, നിന്നുകൊണ്ട് പഠിച്ചോളാം. അപ്പോൾ സൂര്യദേവൻ അടുത്ത ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് നിന്നുകൊണ്ട് പഠിക്കുക? അമ്മ അഞ്ജനാദേവി വിശദീകരിച്ചു, ഗുരുമുഖത്ത് നിന്നാണ് വിദ്യ അഭ്യസിക്കേണ്ടത്. അപ്പൊ ഗുരുവിന്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഗുരുവിന് അഭിമുഖമായി നിൽക്കണം. ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കണം. അങ്ങനെ ഗുരുവിന് അഭിമുഖമായി നിൽക്കണമെങ്കിൽ സൂര്യരഥത്തിന്റെ മുന്നിൽ സൂര്യദേവന് അഭിമുഖമായി നിൽക്കണം. സെക്കൻഡിൽ 6000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യരഥത്തിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല. നിനക്ക് സഞ്ചരിക്കേണ്ടി വരും, അതായത് ഓടേണ്ടി വരും. നിനക്ക് ഓടണമെങ്കിൽ മുന്നോട്ടോടാൻ പറ്റില്ല. സൂര്യമുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പിന്നോട്ട് യാത്ര ചെയ്യേണ്ടി വരും. സാധിക്കുമോ നിനക്ക്? ഹനുമാൻ പറഞ്ഞു, സാധിക്കും. കാരണം എനിക്ക് സൂര്യദേവനിൽ നിന്ന് തന്നെ ഈ വിദ്യ അഭ്യസിച്ചേ പറ്റൂ. അപ്പോൾ സൂര്യൻ പറഞ്ഞു, ശരി, അത്രയും തയ്യാറാണ് ഈ ബാലകനെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ആ കുട്ടിയെ പഠിപ്പിക്കാം. ഹനുമാൻ സൂര്യരഥത്തിന്റെ മുന്നിലേക്ക് നിന്നു, സൂര്യ അഭിമുഖമായി നിന്നു, പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ആ വേഗത സൂര്യദേവനെ അത്ഭുതപ്പെടുത്തി. കാരണം സൂര്യരഥത്തെക്കാൾ വേഗത്തിൽ പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് സൂര്യദേവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ സൂര്യദേവൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു പഠിക്കാൻ തയ്യാറായ ഒരു കുട്ടി ഇത്ര ത്യാഗമനോഭാവത്തോടുകൂടി, ഇത്ര ദൃഢനിശ്ചയത്തോടുകൂടി വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് സൂര്യദേവന് തന്നെ വലിയ അഭിമാനമായി തോന്നി. അപ്പോൾ സൂര്യദേവൻ തന്റെ മുന്നിലിരിക്കുന്ന 66,000 കുട്ടികളോട് ഒരു അഭ്യർത്ഥന വെച്ചു. കണ്ടോ ഈ കുട്ടി, ആ കുട്ടിയുടെ ആ ഒരു ത്യാഗസന്നദ്ധത. അതുകൊണ്ട് നിങ്ങൾ അല്പനേരം ക്ഷമിക്കണം. 3.25 നാഴിക സമയം ഞാൻ ഇവന് കൊടുക്കുകയാണ്. ഈ 3.25 നാഴിക സമയം കൊണ്ട് ഈ ഒരു വർഷക്കാലം നിങ്ങളെ പഠിപ്പിക്കുന്ന മുഴുവൻ സിലബസും ഞാൻ ഈ കുട്ടിക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഫോളോ ചെയ്തോളൂ. പക്ഷേ ഹനുമാന് വേണ്ടി ഈ ത്യാഗത്തിന്റെ മുന്നിൽ ഞാൻ അവന് 3.25 നാഴിക സമയം. എന്താണ് ഈ 3.25 നാഴിക? മോഡേൺ ടൈംസിൽ പറഞ്ഞാൽ 90 മിനിറ്റ്സ്, 90 മിനിറ്റുകൾ, 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ സമയം കൊണ്ട് ഒരു വർഷത്തെ സിലബസ് മുഴുവൻ ഹനുമാനെ പഠിപ്പിച്ചു എന്നാണ് കഥ. ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇതൊരു കഥയല്ലേ. എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി മെമ്പറാണ്. അതെ, ഞാൻ അവിടെ MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്റെ സബ്ജക്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ, OB എന്ന സബ്ജക്റ്റാണ്. അവിടെ ക്ലാസ്സിൽ വരുന്നതൊക്കെ മുതിർന്ന ആൾക്കാരാണ്, കുട്ടികളല്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ജോലിയിലുള്ളവരാണ്, നല്ല തിരക്കുള്ളവരാണ്, പലരും കോളേജ് അധ്യാപകരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സിലബസ് ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാമോ എന്നെന്നോട് ചോദിച്ചു. അതൊരു വലിയ ടാസ്ക്കാണ്, പക്ഷെ എനിക്ക് അവരെ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ്. 10 മണിക്കൂർ കൊണ്ട് ഒരു വർഷത്തെ സിലബസ് ഞാൻ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ആ ക്ലാസ്സിലിരുന്ന എല്ലാ കുട്ടികളും മോർ ദാൻ 70% മാർക്ക് വാങ്ങി പാസ്സായത് ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇത്തരം ടെക്നിക്സ് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ 1.5 മണിക്കൂർ കൊണ്ട് ഒരു വർഷത്തെ സിലബസ് ഹനുമാൻ പഠിച്ചു തീർത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഹനുമാന്റെ കരിയർ ഗോൾ എന്തായിരുന്നു? ഹനുമാന്റെ കരിയർ ഗോൾ എന്ന് പറയുന്നത്, വേണമെങ്കിൽ കിഷ്കിന്ധ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാം എന്നുള്ള കരിയർ ഗോൾ വെച്ചാൽ വളരെ ഈസി ആയി. കാരണം അദ്ദേഹം കിഷ്കിന്ധയിലെ ഒരു പ്രജയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അതായിരുന്നില്ല, എയിം അതായിരുന്നില്ല. കാരണം ഹനുമാൻ അറിയാമായിരുന്നു, ഞാൻ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്, എന്റെ ജീവിത ദൗത്യം എന്താണ്. ഭഗവാൻ ശ്രീരാമനായി മഹാവിഷ്ണു അവതരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിന്, അതായത് ഭഗവാൻ ശ്രീരാമന് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള കർമ്മ ബഹുലതയിൽ ആ ശ്രീരാമചന്ദ്രന്റെ OSD ആയിട്ട്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, മന്ത്രിമാർക്കൊക്കെ അങ്ങനെ ഒരു സ്റ്റാഫുണ്ട്, OSD എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് OSD ആക്കുക.
അപ്പോൾ ആ ഒരു ദൗത്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതെന്ന് അറിയാവുന്ന ഹനുമാൻ ആ മഹാദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാം, നിങ്ങൾ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്, ഈ ലോകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര മഹത്തരമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഹനുമാനെ പോലെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠനം എന്ന് പറയുന്നത് പാൽപായസം പോലെ മധുരമായി മാറും. കാരണം ഞാൻ പഠിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ കേവലം ഒരു സാലറി വാങ്ങാൻ വേണ്ടിയല്ല, ഒരു ജോലിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള ചെറിയ ഒരു കരിയർ ഗോളിന് വേണ്ടിയല്ല, ഒരു ലൈഫ് ഗോളിന് വേണ്ടിയാണ്. അപ്പോൾ കരിയർ ഗോളിനേക്കാൾ വലിയ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് അറിയണം എന്താണ് കരിയർ ഗോൾ, എന്താണ് ലൈഫ് ഗോൾ. കരിയർ ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും സുഖമായി ജീവിക്കാൻ ആവശ്യമായ പണസമ്പാദനത്തിനുള്ള ജോലി, അതാണ് കരിയർ ഗോൾ. എന്നാൽ ലൈഫ് ഗോൾ എന്താണ്? ഈ പ്രപഞ്ചത്തിന്, ഈ സമൂഹത്തിന് എന്റെ ജന്മം കൊണ്ട് ഞാൻ നൽകേണ്ടതായ മഹത്തായ സംഭാവന എന്താണ്, പരിവർത്തനത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട ദൗത്യം എന്താണ്, അതാണ് ലൈഫ് ഗോൾ. അപ്പോൾ ഇവിടെ ഹനുമാന് തന്റെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ കരിയർ ഗോൾ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് കരിയർ ഗോൾ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും, യാതൊരു ടെൻഷനും ഇല്ലാതെ പഠിക്കാൻ കഴിയും, ആവേശപൂർവ്വം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഹനുമാൻ എന്ന് പറയുന്ന ആ ബാലകൻ തന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഭാരതത്തിലെ എന്നല്ല ലോകത്തെ മുഴുവൻ ജനതയ്ക്കും നൽകുന്ന മഹത്തായ സന്ദേശം ഈ പറയുന്ന ലൈഫ് ഗോളും കരിയർ ഗോളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിന്റെ ഉദാത്തമായ മാതൃകയാണ്. ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഈ ഹനുമാനെ അവതരിപ്പിക്കുമ്പോൾ ലൈഫ് ഗോളും കരിയർ ഗോളും സമ്പൂർണമായ സമർപ്പണവും ത്യാഗവും ഒക്കെ എന്തിനാണ് എന്നുകൂടി പറഞ്ഞു കൊടുത്താൽ പുതിയ തലമുറയ്ക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ലൈഫ് ഗോളും കരിയർ ഗോളും ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. രാമായണം എന്താണ്? എന്താണ് രാമായണം എന്ന ചോദ്യത്തിന് നിരവധിയായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് എന്ന് വാൽമീകി പറയുന്നുണ്ട്. എന്താണ് ഈ 100 കോടി ഗ്രന്ഥം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ രാമായണത്തിന് 100 കോടി അർത്ഥതലങ്ങളുണ്ട്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. രാമായണം ഭക്തിയുടെ കാവ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. രാമായണം മറ്റെന്തെങ്കിലും കാവ്യമാണോ, അതായത് ത്യാഗത്തിന്റെ കാവ്യമാണോ? അതെ. പിതൃപുത്ര ബന്ധത്തിന്റെ കാവ്യമാണോ? അതെ. രാമായണം അങ്ങനെ 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 നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. കാരണം രാമായണത്തിന്റെ അർത്ഥതലങ്ങൾ അനന്തമാണ്. ആ ഓരോ സന്ദർഭത്തിനും, ഓരോ വ്യക്തിക്കും, ഓരോ കാലഘട്ടത്തിനും, ഓരോ സമൂഹത്തിനും രാമായണത്തെ എങ്ങനെ വേണമോ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഉൾക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകത്തിന്. ഫാദർ കാമിൽ ബുൽക്കെ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ പാതിരി ബൈബിൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോ അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ ആദിമനിവാസികളോടാണ് സംസാരിച്ചത്. ആദിമനിവാസികളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് മതമില്ലല്ലോ, നിങ്ങൾക്ക് ദൈവമില്ലല്ലോ, നിങ്ങൾക്ക് ഗ്രന്ഥമില്ലല്ലോ, അതുകൊണ്ട് ഞാനിതാ ഒരു മതം കൊണ്ടുവന്നിരിക്കുന്നു, ഒരു ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നു, ഒരു ദൈവത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ആസ്ട്രേലിയയിലെയും ആദിവാസികൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി വ്യത്യസ്തമായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു മതമുണ്ട്, ഞങ്ങൾക്കൊരു രാമനുണ്ട്, ഞങ്ങൾക്കൊരു രാമായണമുണ്ട്, ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഫാദർ കാമിൽ ബുൽക്കെ ഞെട്ടിപ്പോയി. ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും, ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ആദിമ നിവാസികൾ രാമനെ കുറിച്ച് പറയുന്നു. പക്ഷെ നിങ്ങളുടെ രാമായണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഈ കഥ രൂപത്തിൽ ഇതുണ്ട്. അപ്പൊ രാമായണ കഥ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ ജനപദങ്ങളിലും എത്തിയിരുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന ആ വിവരം അദ്ദേഹത്തെ പരിവർത്തനപ്പെടുത്തി. അദ്ദേഹം രാമായണത്തെ കുറിച്ച് പഠിച്ചു, രാമായണത്തെ കുറിച്ച് റിസർച്ച് ചെയ്തു. അങ്ങനെ അദ്ദേഹം തീസിസ് ചെയ്തു. അദ്ദേഹത്തിന് അതിൽ ഡോക്ടറേറ്റ് കിട്ടി. അത് ഇന്ന് മലയാളത്തിലും കിട്ടും. രാമകഥ, കേരള സാഹിത്യ അക്കാദമി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, രാമകഥ. ഫാദർ കാമിൽ ബുൽക്കെ പിന്നീട് രാമന്റെ പ്രചാരകനായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോ ലോകം മുഴുവൻ ഈ രാമായണം ഉണ്ടായിരുന്നു. കാരണം ഇത് ആദികാവ്യമാണ്.
മാനവകുലത്തിന് നൽകിയ ആദ്യ കാവ്യം എന്താണ്, എങ്ങനെയാണ് എന്ന നിരന്തരമായ അന്വേഷണമാണ് രാമായണ മാസക്കാലത്ത് നടക്കുന്നത്. എന്നാൽ ആ അന്വേഷണത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം രാമായണത്തില് നമ്മൾ ഭക്തിയെക്കുറിച്ച് പറയും, ത്യാഗത്തെക്കുറിച്ച് പറയും, പ്രാതിപത്യത്തെക്കുറിച്ച് പറയും, ഭ്രാതൃസ്നേഹത്തെക്കുറിച്ച് പറയും, പിതൃപുത്ര വാത്സല്യത്തെക്കുറിച്ച് പറയും. അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് രാമായണമാണ് ലോകം കണ്ട ആദ്യത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം. രാമായണത്തിൽ 3 തരം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു, ഏകാധിപത്യത്തെ കുറിച്ച് പറയുന്നു, വംശാധിപത്യത്തെ കുറിച്ച് പറയുന്നു. ഓർക്കുക, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെങ്കിൽ തീർച്ചയായും ഇത് പെട്ടെന്ന് മനസ്സിലാവും. ലോക ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് എവിടെയൊക്കെ കാണാൻ കഴിയുമോ അത് മുഴുവൻ പരിശോധിച്ചാൽ ഈ 3 തരം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ജനങ്ങൾ തങ്ങളുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന അയോധ്യ എന്ന് പറയുന്ന രാജ്യം, അവിടെ ദശരഥൻ തന്റെ കാലഘട്ടം പൂർത്തിയാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, അതായത് റിട്ടയർമെന്റ് ഉണ്ട് അന്ന് പൊളിറ്റിക്സിൽ, അതായത് കുട്ടിക്ക് പ്രായപൂർത്തി എത്തി കാര്യങ്ങൾ നോക്കാനുള്ള പ്രായമായി എന്ന് കണ്ടാൽ ഏത് ഭരണാധികാരി റിട്ടയർ ചെയ്യണം എന്നുള്ള സൂചന മര്യാദ അന്നുണ്ടായിരുന്നു. ഇന്നതില്ലെന്നേ ഉള്ളൂ, അന്നതുണ്ടായിരുന്നു. അപ്പോൾ അവര് പുതിയ തലമുറയ്ക്ക് അധികാരം കൈമാറും. പക്ഷെ അധികാരം കൈമാറുന്നത് ഡെമോക്രാറ്റിക് വേയിലാണ്. അപ്പോൾ അന്ന് നാനാജന പുരവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടി ദശരഥൻ അവരോട് ചോദിക്കുന്നുണ്ട്, ആരായിരിക്കണം നിങ്ങളുടെ അടുത്ത ഭരണാധികാരി? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തേതുപോലെ 18 വയസ്സായിട്ടുണ്ടോ, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ, ആധാർ കാർഡ് ഉണ്ടോ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ, ഇതൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ്. അതിൽ നാനാജന പുരവാസികൾ മുഴുവനുണ്ട്. ഈ രാജ്യത്തുള്ളവരാണോ, പണ്ഡിതനാണോ, പാമരനാണോ, വൃദ്ധനാണോ, ബാലനാണോ, ദരിദ്രനാണോ, സമ്പന്നനാണോ, ഈ ചോദ്യമൊന്നുമില്ല. സ്ത്രീയാണോ, പുരുഷനാണോ, വിദേശിയാണോ, സ്വദേശിയാണോ, അങ്ങനെയല്ല. അവിടെയുള്ള എല്ലാവരോടും ചോദിക്കുകയാണ് ആരായിരിക്കണം അടുത്ത ഭരണാധികാരി. അവരാണ് തീരുമാനിച്ചത് രാമനെ. അങ്ങനെ രാമനെ തീരുമാനിക്കുമ്പോൾ ആ ജനാധിപത്യം മര്യാദ അവിടെ പാലിക്കപ്പെടുകയാണ്. നമുക്ക് രാമായണത്തിന്റെ കഥ അറിയാം. പിന്നീട് രാമൻ കാട്ടിലേക്ക് പോവേണ്ടി വരുമ്പോ ഭരതൻ പറയുന്നുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജനാധിപത്യ മര്യാദ അനുസരിച്ച് രാമനെയാണെങ്കിൽ എനിക്ക് ഭരണാധികാരം എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? അതുകൊണ്ട് ഞാനല്ല രാജ്യം ഭരിക്കുന്നത്, അഥവാ ഭരിക്കേണ്ടി വരികയാണെങ്കിൽ രാമനു വേണ്ടിയായിരിക്കും, കെയർടേക്കറായിട്ടായിരിക്കും ഞാൻ ഭരിക്കുക. അങ്ങനെയാണ് ഭരതൻ ഭരിച്ചത്. അപ്പോൾ ആ ജനാധിപത്യ മൂല്യത്തെ അവിടെയും അംഗീകരിക്കുന്നുണ്ട്. രാവണ നിഗ്രഹശേഷം സീതാസമന്വിതനായിട്ട് രാമൻ തിരിച്ചു വരുമ്പോ തന്റെ അനേക ലക്ഷം പ്രജകളിൽ നിസാരനായ ഒരു അലക്കുകാരന്റെ ഒരു സംശയം, നമുക്ക് കഥ അറിയാൻ, ഞാനത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. ആ സംശയത്തിന്റെ മുന്നിൽ രാമൻ പറയുന്നു, അരനിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ. അവിടെ ജനങ്ങളുടെ മനസ്സിന്റെ ചിന്തയ്ക്ക് ആധിപത്യം കൊടുത്തുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാൻ രാമൻ തയ്യാറായപ്പോൾ സീതയും അതിന് തയ്യാറാവുന്നതായിട്ട് നമുക്ക് കാണാം. ലക്ഷ്മണൻ അതിന് തയ്യാറാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന മഹനീയ മുഹൂർത്തങ്ങളുടെ നിരന്തരമായ ഒരു കഥയാണ് രാമായണം. ഇനി നമ്മൾ കിഷ്കിന്ധ എന്ന രാജ്യത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഏകാധിപത്യമാണ്, ഡിക്റ്റേറ്റർഷിപ്പാണ്. സുഗ്രീവാജ്ഞ എന്നൊക്കെ നമ്മൾ ശൈലി ഉണ്ടാക്കിയിട്ട് തന്നെ കിഷ്കിന്ധയിൽ നിന്നാണ്. അതായത് കൽപ്പന കല്ലേൽ പിളർക്കുന്ന ഏകാധിപത്യത്തിന്റെ 2 രാജാക്കന്മാരെ, ബാലിയെയും സുഗ്രീവനെയും അവതരിപ്പിക്കുകയാണ് കിഷ്കിന്ധ. ആ കിഷ്കിന്ധയിൽ നിന്ന് ലോകം പഠിക്കേണ്ടത് ഏകാധിപത്യത്തിന്റെ ഗുണദോഷങ്ങളാണ്. അത് നിരവധിയായ സന്ദർഭങ്ങളിലൂടെ നമുക്കത് കാണാൻ കഴിയും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല, വിസ്താര ഭയം കൊണ്ടാണ്. അത് നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം. അപ്പോൾ ഏകാധിപത്യത്തിന്റെ രാജ്യമായ കിഷ്കിന്ധയെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു രാജ്യം കൂടിയുണ്ട് രാമായണത്തിൽ, അത് ലങ്കയാണ്. അഭി സ്വർണമയി ലങ്ക എന്ന് അത്ഭുതം കൂറുന്ന സമ്പൽ സമൃദ്ധമായ ലങ്ക. ആ ലങ്കാധിപതിയായിട്ടുള്ള രാവണൻ മഹാപണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്, അതുപോലെ സംഗീതജ്ഞനാണ്, യോദ്ധാവാണ്, എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് രാമന് ഈ രാവണനെ വധിക്കേണ്ടി വന്നത്? അദ്ദേഹം രാക്ഷസനാണ്. എല്ലാം തികയുമ്പോഴും അധാർമികമായിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ വധ്യനാണ്, വധിക്കപ്പെടേണ്ടവനാണ്. അപ്പോ ആ രാക്ഷസ വംശത്തിന് മാത്രം ആധിപത്യമുള്ള ലങ്ക എങ്ങനെ സ്വർണമയിയായ ലങ്കയായി എന്ന് യുക്തിബോധത്തോടെ ചിന്തിച്ചാൽ ഇന്നും മനസ്സിലാകും.
അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപ്. ഇന്ന് സിംഗപ്പൂരിനും അല്ലെങ്കിൽ UAE-ക്കും നാളെ വിഴിഞ്ഞത്തിനും കിട്ടാൻ കഴിയുന്ന ആ പോർട്ടുണ്ടല്ലോ, മദർ പോർട്ട് എന്ന് പറയുന്ന ആ മുഴുവൻ സൗകര്യവും അന്ന് ശ്രീലങ്കയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ശ്രീലങ്ക ഒരു ട്രേഡ് സെന്ററായി മാറിയത്. അതുകൊണ്ടാണ് ശ്രീലങ്ക സ്വർണമയിയായി മാറിയത്. അപ്പോൾ യുക്തിബോധത്തോടു കൂടി പോലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ ഈ സത്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ആ ലങ്കാധിപതിയായ രാവണനെ വധിക്കുമ്പോ പലരും പറയുന്നുണ്ട്, ഇത്രയും സമ്പന്നമായി ഈ രാജ്യം നമുക്ക് കൈക്കിട്ടിയിരിക്കുന്നു, നമ്മൾ ഇത് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ലക്ഷ്മണൻ ഇവിടെ ഭരണം കൊടുക്കണം. ലക്ഷ്മണൻ ഇത്രയും കാലം 14 വർഷം പുറകെ നടന്ന് കഷ്ടപ്പെട്ടതല്ലേ, ഈ കല്ലും മുള്ളും കഷ്ടപ്പാടും സഹിച്ചതല്ലേ. അതുകൊണ്ട് നല്ല ഉചിതമായ സമ്മാനമായിരിക്കും. രാജ്യവും നമ്മുടെ കയ്യിലിരിക്കും. ലക്ഷ്മണന് ഭരിക്കാൻ ഒരു സമ്പന്നമായ സമൃദ്ധമായ രാജ്യവും കിട്ടും. അതുകൊണ്ട് ലക്ഷ്മണനെ ഇവിടെ അവരോധിച്ചിട്ട് നമുക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോവാം. പക്ഷേ രാമൻ പറയുന്നു, ഇല്ല, ഇത് രാവണന്മാരുടെ, രാക്ഷസന്മാരുടെ രാജ്യമാണ്. അതുകൊണ്ട് രാക്ഷസ വംശത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടെ ഭരിക്കാനുള്ള അവകാശമുള്ളത്. അതിനാൽ വിഭീഷണന് രാജ്യം കൊടുത്തിട്ട് ആ രാജ്യം ഉപേക്ഷിച്ച് തിരിച്ചു പോരുകയാണ്. കയ്യിൽ കിട്ടിയ രാജ്യമാണ്, പക്ഷേ അത് മറ്റൊരു രാഷ്ട്രീയ സംസ്കാരമുള്ള രാജ്യമാണ്. വംശാധിപത്യം. ഇന്നുമുണ്ട് ലോകത്തിൽ ടോട്ടാലിറ്റേറിയനിസം, വംശാധിപത്യം. അവിടെ ഒരു വംശത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുക. ആ വംശാധിപത്യവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുമുണ്ട് വംശാധിപത്യം, ഇന്നുമുണ്ട് ഏകാധിപത്യം, ഇന്നുമുണ്ട് ജനാധിപത്യം. ഇതൊക്കെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ആദികാവ്യമായ രാമായണത്തിൽ നിന്നാണ്. അപ്പോൾ ആദികാവ്യമായ രാമായണം ഭരണാധികാരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രാധാന്യത്തെ എത്ര ശാസ്ത്രീയമായിട്ടാണ് സോദാഹരണം നമ്മുടെ മുമ്പിൽ കിഷ്കിന്ധയിലൂടെ, ലങ്കയിലൂടെ, അയോധ്യയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് രാമായണത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ നമുക്കതെടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് കുറെ കൂടി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഈ മതത്തെയും ധർമ്മത്തെയും ഉപയോഗിക്കാൻ കഴിയും? ഇപ്പൊ മതമെന്നും ധർമ്മമെന്നും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ വേർതിരിക്കാൻ കഴിയുമെന്ന് വരില്ല. പുതിയ തലമുറയ്ക്ക് അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കും. ചുരുക്കി പറയാം, മതം എന്ന് പറയുന്നത് വ്യക്തിപരമായി ആചരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, അത് കേവലം ആചരണം മാത്രമല്ല, അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ട അടിസ്ഥാന നിയമമാണ് ധർമ്മം. അപ്പോൾ ധർമ്മം സമൂഹത്തിന് വേണ്ടി, മതം വ്യക്തിക്ക് വേണ്ടി എന്ന് ചുരുക്കി പറയാം. അതായത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മതം ആചരിക്കാം. മറ്റൊരു വ്യക്തിയും ഇല്ലാത്ത ഒരു ദ്വീപിലോകം ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ ഒരാൾ, അല്ലെങ്കിൽ ഏകാന്തവാസത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടയാൾ, അയാൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മതം ആചരിക്കാം. പക്ഷെ ധർമ്മം ആചരിക്കണമെങ്കിലോ അത് സമൂഹത്തിലാണ്. അപ്പോൾ സമൂഹം എങ്ങനെയാണ് എഴുതപ്പെടാത്ത ഈ നിയമം ധർമ്മം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക? അതിന് അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത്, ധർമ്മം എന്ന് പറയുന്നത് ത്യാഗത്തിലാണ് ആരംഭിക്കുന്നത്. ത്യാഗത്തിലാണ് ആരംഭിക്കുന്നത്. ഈ ത്യാഗം എന്നൊക്കെ പറയുന്ന ഒരു ഔദാര്യമായിട്ടാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അല്ല. ത്യാഗം ഔദാര്യമല്ല, ത്യാഗം ഒരു നിയമമാണ്. എന്തിനാണ് ഈ ത്യാഗം എന്ന് പറയുന്ന നിയമം നമ്മൾ ഉപയോഗിക്കുന്നത്? ചുരുക്കി പറയാം, സുഖത്തിന് വേണ്ടിയാണ്. സുഖം തെറ്റായ വാക്കല്ല. സുഖം ഒരു തെറ്റായ ജീവിത ലക്ഷ്യവുമല്ല. സന്യാസിമാർ എന്തിനാണ് തപസ്സനുഷ്ഠിക്കുന്നത്? സുഖത്തിന് വേണ്ടിയാണ്. എന്തിനാണ് ചില ആൾക്കാർ രാജ്യം ഉപേക്ഷിക്കുന്നത്? സുഖത്തിന് വേണ്ടിയാണ്. എന്തിനാണ് കള്ളൻ മോഷ്ടിക്കുന്നത്? സുഖത്തിന് വേണ്ടിയാണ്. എന്തിനാണ് തീവ്രവാദി മറ്റുള്ളവരെ കൊല്ലുന്നത്? സുഖത്തിന് വേണ്ടിയാണ്. എന്തിനാണ് മാമുനിമാർ അല്ലെങ്കിൽ സന്യാസിമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ കോടീശ്വരന്മാർ എല്ലാം ദാനം ചെയ്യുന്നത്? സുഖത്തിന് വേണ്ടിയാണ്. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സുഖം തന്നെയാണ്. അപ്പൊ അത്ര വലിയ മഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ സുഖം. അപ്പോൾ ആ സുഖം എത്തിച്ചേരാനുള്ള മാർഗമാണ് ധർമ്മം. സമൂഹത്തിന് സുഖത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ് ധർമ്മം. ഈ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ് ഭഗവാൻ ശ്രീരാമൻ, അതുപോലെ തന്നെ ഭരതൻ. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്.
നമ്മളിപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുമ്പോൾ ഒരു രാമൻ മാത്രമാണ് എന്ന് അർത്ഥമാക്കേണ്ട കാര്യമില്ല. ധാരാളം പേര് ഈ ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഞാനത് കൊണ്ടുവരാം. നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കിത് സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് രാമായണത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ, ദശരഥൻ സത്യത്തെ പാലിക്കാൻ വേണ്ടി മകനെ ഉപേക്ഷിച്ചു. ഒരു ത്യാഗമാണ്. അങ്ങനെ ആ മകൻ അച്ഛന്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു. അത് ഒരു ത്യാഗമാണ്. ആ ജ്യേഷ്ഠനെ പരിപാലിക്കാൻ വേണ്ടി രാജകീയ സുഖങ്ങൾ അനുജനായ ലക്ഷ്മണൻ ഉപേക്ഷിച്ചു. അത് അടുത്ത ത്യാഗമാണ്. ആ ലക്ഷ്മണന് വേണ്ടി ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ഊർമിള ഉപേക്ഷിച്ചു. അത് മറ്റൊരു ത്യാഗമാണ്. കൗസല്യാദേവി തന്റെ സപത്നിക്ക് വേണ്ടി പട്ടമഹിഷി പദം ഉപേക്ഷിച്ചു. അത് മറ്റൊരു ത്യാഗമാണ്. ഭരതൻ ജനാധിപത്യത്തിന് വേണ്ടി തന്റെ കയ്യിൽ കിട്ടിയ അധികാരത്തെ തൊടാതെ അവിടെ രാമന്റെ പാദുകങ്ങളെ വെച്ച് പൂജിച്ചു. അത് മറ്റൊരു ത്യാഗമാണ്. വിഭീഷണൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ജ്യേഷ്ഠനായ രാവണനെ ഉപേക്ഷിച്ചു. അത് മറ്റൊരു ത്യാഗമാണ്. ഇങ്ങനെ ഞാനങ്ങ് പറയാൻ തുടങ്ങിയാൽ എനിക്ക് തന്നിരിക്കുന്ന സമയം കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. രാമായണം വായിക്കുമ്പോൾ ഇത്തരം ത്യാഗത്തിന്റെ പരമ്പരകൾ കാണാൻ കഴിയും. ഏത് സന്ദർഭത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് കാണ്ഡത്തിൽ വായിച്ചാലും ഈ ത്യാഗ പരമ്പരയാണ് രാമായണം അവതരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. സൂക്ഷിച്ചു വെക്കാൻ നല്ല ഉദാഹരണമാണ്. അദ്ദേഹം ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. പ്രധാനമന്ത്രി പദമൊക്കെ രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഇത്രയും കുറഞ്ഞ കാലം, ഏതാനും ദിവസം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിൽ അദ്ദേഹം താങ്കൾക്ക് ദുഃഖം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എവറസ്റ്റ് കീഴടക്കുന്നത് അവിടെ വീട് വെച്ച് താമസിക്കാനല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മളുടെ കാര്യങ്ങളും. അതായത് നമ്മൾക്കൊരു പദവി കിട്ടി, നമുക്കൊരു വലിയ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു, നമ്മൾ ഉയർന്ന നിലയിൽ എത്തിയെങ്കിൽ അവിടെ വീട് വെച്ച് താമസിക്കരുത്. എനിക്കവിടെ എത്താൻ കഴിഞ്ഞു, യെസ് അത് കഴിഞ്ഞു, ഇനി അടുത്തത് എന്നതിലേക്ക് പോവാനുള്ള മനോഭാവം, അതാണ് ത്യാഗം. ഈ ത്യാഗം എന്തിനാണ്? സുഖത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെ ത്യജിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സുഖമായി. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ ദൗത്യവും ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ത്യജിക്കാൻ കഴിയുമെങ്കിൽ സുഖം ലഭിക്കും. ത്യജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അസുഖമായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ കുടുംബജീവിതമാണെങ്കിലും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഓഫീസിലാണെങ്കിലും, നമ്മൾ ബന്ധപ്പെടുന്ന സംഘടനയിലാണെങ്കിലും, അവിടെ നമുക്കൊരു ദൗത്യം കിട്ടിയാൽ ആ ദൗത്യം ഏറ്റവും വേഗം ഭംഗിയായി നിർവഹിച്ച് പെട്ടെന്ന് റിട്ടയർ ചെയ്താൽ ഏറ്റവും സുഖമാണ്. നേരെ മറിച്ച് എനിക്ക് ഒരു തവണയെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ഒരു കൊല്ലവും കൂടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കണമെന്ന് തോന്നിയാൽ സുഖം പോയി. ആരുടെ സുഖം പോയി? നമ്മുടെ സുഖം പോയി. നമ്മുടെ ചുറ്റുമുള്ള പ്രസിഡന്റ് ആകാൻ കാത്തിരിക്കുന്ന മറ്റുള്ളവരുടെ സുഖം പോയി. ഈ പ്രസിഡന്റിനെ സഹിച്ച് മടുത്തവരുടെ സുഖം പോയി. എല്ലാവരുടെ സുഖം പോയി. അപ്പോ എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യാം. എത്ര സുഖമായി. കാരണം നമ്മളത് കഴിഞ്ഞു, ആ ഭാഗം കഴിഞ്ഞു. ഇത് രാമായണം നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം വരുമ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എന്റെ സമയം അവസാനിക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ രസകരമായിട്ടിരിക്കട്ടെ. രാവണ നിഗ്രഹം എല്ലാം കഴിഞ്ഞ് തിരികെ വരികയാണ്. അങ്ങനെ തിരികെ വരുമ്പോൾ നമുക്കറിയാം, പുഷ്പക വിമാനം എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെയുള്ളൊരു വിമാനമാണ്. ആ വിമാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കുറെ സമയം കഴിഞ്ഞു. ലങ്കയിൽ നിന്ന് പുറപ്പെട്ട് കുറെ സമയം കഴിഞ്ഞപ്പോ രാമൻ ഒരു സിംഹാസനം പോലെ ഒരു ഇതിൽ ഇരിക്കുന്നു. ഹനുമാൻ കാൽക്കൽ തന്നെ ഉണ്ട്. ലക്ഷ്മണൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ബാക്കി എല്ലാവരും ചുറ്റുമുണ്ട്. പെട്ടെന്ന് ലക്ഷ്മണൻ ഈ രാമന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. ഞെട്ടിപ്പോയി എല്ലാവരും. എന്നിട്ട് വലിയ ഉച്ചത്തിൽ ആക്രോശിക്കുന്നു, ഞാൻ ഇപ്പോൾ നിന്നെ കൊല്ലും. ആൾക്കാർ ഞെട്ടിപ്പോയി, എന്താ ഇത്? ഇതും ലക്ഷ്മണനാണോ ഇങ്ങനെയൊക്കെ? ഹനുമാൻ രാമന്റെ മുഖത്തേക്ക് നോക്കി, സ്വാമി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന മട്ടിൽ. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സമയം ക്രുദ്ധത കൂടി വരികയാണ് ലക്ഷ്മണൻ.
ലക്ഷ്മണനെ നിയന്ത്രിക്കാൻ ആർക്കും ധൈര്യമില്ല. ലക്ഷ്മണന്റെ കോപം വളരെ പ്രസിദ്ധമാണല്ലോ. ഏതായാലും അല്പസമയം കൂടി കഴിഞ്ഞു. ലക്ഷ്മണൻ പിടിവിട്ടു. രാമന്റെ പാദങ്ങളിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്, മാപ്പ് തരണം എന്ന് പറഞ്ഞു. അവിടെ കൂടിയവർക്കൊന്നും മനസ്സിലായി. അപ്പൊ രാമൻ പറഞ്ഞു, സാരമില്ല, കാരണം ഞാൻ പറയാം. ലക്ഷ്മണൻ വളരെ പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയ, ഹൃദയ നൈർമല്യം വളരെ കൂടുതലുള്ള ഒരു ശുദ്ധനാണ്. നമ്മുടെ വിമാനം ഇപ്പോൾ കടന്നു പോകുന്നത് ശൂർപ്പാരകം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടിയാണ്. ഈ ശൂർപ്പാരകം എന്ന് പറയുന്ന രാജ്യത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും മോശമായിട്ടായിരിക്കും അവതരിപ്പിക്കുക. ഇവിടെ നന്മയെല്ലാം തിന്മയും, തിന്മയെല്ലാം നന്മയുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിലൂടെ പോരുമ്പോൾ ദുർബലാത്മാക്കളായിട്ടുള്ള ആൾക്കാര് ശുദ്ധഹൃദയന്മാർക്ക് വഴിതെറ്റിപ്പോകും. അങ്ങനെ ഒരു അപഭ്രംശമാണ് ലക്ഷ്മണന് സംഭവിച്ചത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങൾ ഭയന്നുപോയത്. അപ്പോ ഒരാൾ ചോദിച്ചു, അല്ല, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ലക്ഷ്മണൻ പിന്നീട് പശ്ചാത്തപിച്ചത്? അത് ശൂർപ്പാരകത്തിന്റെ അന്തരീക്ഷം കടന്നു. ഇപ്പം നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഈ ശൂർപ്പാരകത്തിന്റെ ഇന്നത്തെ പേരാണ് നമ്മുടെ സംഘടനയുടെ പേരിനകത്ത് തന്നെയുള്ള കേരളം. അന്നത്തെ ശൂർപ്പാരകമാണ് ഇന്നത്തെ കേരളം. അപ്പൊ ഇവിടെ എല്ലാം പോസിറ്റീവും നെഗറ്റീവാണ്, നെഗറ്റീവ് ഒക്കെ പോസിറ്റീവാണ്. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മള് രാമായണത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ട്, നല്ല അന്തരീക്ഷത്തിലായിരിക്കാം. ഇതിന് മഹത്തുക്കൾ പറയുന്ന ഒരു വാക്കാണ് സത്സംഗം. നല്ല അന്തരീക്ഷത്തിൽ, നല്ല കാര്യങ്ങളുമായി സംഘത്തിലായിരുന്നാൽ നമുക്ക് ഈ ലക്ഷ്മണന് പറ്റിയ പോലെയുള്ള അബദ്ധങ്ങൾ പറ്റില്ല. അതുകൊണ്ട് ആധുനിക ജീവിതത്തിൽ ത്യാഗത്തിലൂടെ ഈ സുഖം നേടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം നല്ല അന്തരീക്ഷത്തിലായിരിക്കുക, നല്ല സമ്പർക്കത്തിലായിരിക്കുക, നല്ല സംഘത്തിലായിരിക്കുക. സത്സംഗം, നല്ല കാര്യങ്ങളും നല്ല വ്യക്തികളും നല്ല സംഘടനകളും നല്ല പ്രവൃത്തികളും നല്ല ലക്ഷ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമായി നിരന്തര സംഗമത്തിലായിരിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ മാസ ആഘോഷം. അതുകൊണ്ട് ഈ ഒരു മാസക്കാലത്തെ സത്സംഗം ഒരു വർഷക്കാലത്തേക്കുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ നിറയ്ക്കാനും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു അവസരമായി ഉപയോഗിക്കുക. അപ്പോൾ ഈ ബാറ്ററിക്ക് ചാർജ് കൊടുക്കാൻ ഈ ഒരു മാസക്കാലം നമ്മൾ ഇതിനെ ചാർജിലിട്ട് വെക്കുകയാണ്. നമ്മുടെ ലൈഫിന്റെ ബാറ്ററിയെ ചാർജ് ചെയ്യാനുള്ള മാസമാണ് രാമായണ മാസം. അപ്പോൾ ഈ രാമായണ മാസം ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും, ഞാൻ അവിടെ ചലഞ്ച് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, വെല്ലുവിളികൾ, ചാലഞ്ച്. ഒരിക്കലും നിങ്ങൾ അതിനെ പ്രോബ്ലം എന്ന് വിളിക്കരുത്. ഒരിക്കലും നിങ്ങൾ അതിനെ ഹേർഡിൽസ്, തടസ്സങ്ങൾ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ചലഞ്ച്.